അമിതാഭ് ബച്ചനായാലും ഷാരൂഖ് ഖാനായാലും സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മോളൊന്നും കെട്ടിച്ചു കൊടുക്കൂല. അമിതാഭ് ബച്ചൻ ഇങ്ങോട്ട് വരട്ടെ സർക്കാർ ജോലി ഇല്ലാണ്ട്. മമ്മൂട്ടിയായിട്ട് 75 കാലഘട്ടത്തിൽ ഒരു നാടകം കളിക്കാൻ പറ്റി. അങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ട് അത് ചെയ്യിച്ചപ്പോൾ ലിജോന് ആവശ്യം കയറി. എനിക്ക് ഓർട്ടിസ്റ്റ് നിർത്താന്നും പറഞ്ഞ് ഭയങ്കര വേണം. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ല ഇതാണ്. ടോവിനോ, പൃഥ്വിരാജ്, ചാക്കോച്ചിയൊക്കെ എന്തൊരു പാവങ്ങളാങ്ങളാണ്. അങ്ങനെ മഞ്ജു പിള്ളേർ കണ്ടിട്ട് ഞാൻ ആ തള്ളനെയൊന്നും കണ്ടിട്ടില്ല, നിങ്ങളെയാണ് കണ്ടത് എന്ന് പറഞ്ഞ് എന്നോട് വിളിച്ചു പറഞ്ഞ്. കഥാപാത്രം അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ഇല്ല എന്നാണ് ഞാൻ പറയുള്ളത്. അപ്പാ വഴക്കിട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടപ്പാ. അപ്പനെന്താണ് ഒന്നും മിണ്ടാത്തത്? ശ്രീധനത്തിൻ്റെ കാര്യത്തിൽ അപ്പന് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പൊന്നു. അപ്പോ അതാണ് അതിൻ്റെ ആ ടോണിൻ്റെ വ്യത്യാസം. ഒരു കരച്ചിലിൻ്റെ സീനാണല്ല, അതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് മതി എന്ന് കരഞ്ഞാൽ മതി എന്നാണ് ഇവർ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ട് അത് ചെയ്യിച്ചപ്പോൾ ലിജോന് ആവശ്യം കയറി. എനിക്ക് ഓർട്ടിസ്റ്റ് നിർത്താമെന്നും പറഞ്ഞ് ഭയങ്കര വേണം. ഇപ്പം ഞാൻ ഈ പൈപ്പിൻചോട്ടിലെ പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കണേ, അത് തീർന്ന് ഒരു സീനും കൂടി ഉള്ളൂ. അപ്പോൾ എന്നെ രാത്രി 12:30 വിളിക്കണേ. പിന്നെ പൗളിച്ച് അപ്പോൾ ആ കൺട്രോളിൻ്റെ കൂടെ ഞാൻ വേറൊരു പടം ചെയ്തിട്ടുണ്ട്. പൗളിച്ച് ഒന്ന് നാളെ വന്ന് ഒരു സിനിമയ്ക്ക് ഒന്ന് ജോയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു നാളെ ഇതെന്താണിത്? അപ്പോൾ അത് ഒരു വേഷം ചേച്ചീനെ വിളിച്ചില്ല, പക്ഷെ അത്ര വലിയൊരു വേഷമാണെന്ന് തോന്നാഞ്ഞുകൊണ്ടാണ് ചേച്ചിനെ വിളിച്ചത്. ചേച്ചി ഇതിലൊരു വേഷം ചെയ്യുന്നുണ്ട്, ഈ മയം എന്ന് പറഞ്ഞ സിനിമക്കാണ്, ലിജോ പല്ലിശ്ശേരിയുടെ സിനിമയാണ്. അപ്പോൾ ലിജോ പല്ലിശ്ശേരി ഒന്നും ഇത്ര വലിയ ആളെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അയ്യോ ഞാനെങ്ങനെ വരാനാണ് ഇത്? അപ്പോൾ അവിടെ ഒരുപാട് ഇനി ഒരു ദിവസം കൂടെ ഉണ്ട്, അത് ഞങ്ങൾ വിട്ടോളാം, ഇത് രാത്രിയാണ് എല്ലാം ഷൂട്ടെന്ന് പറഞ്ഞു. ചേച്ചി നാളെ 7 മണിക്ക് ചെല്ലാനത്തേക്ക് വന്നോട്ടാന്ന്, വണ്ടി വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് എനിക്ക് വേറെ ആൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്താ എൻ്റെ മരുമോളായിട്ട് അഭിനയിക്കുന്ന പെങ്കുശിൻ്റെ കൂടെ ഒരു കൊച്ചുണ്ട്, അതിൻ്റെ കൊച്ചുണ്ട്. ഈ ഒരു ഉടുപ്പ് തന്നു അവിടെ ചെന്നപ്പോൾ, ഒരു തേഞ്ഞ ഉടുപ്പ് തന്നു. ആ ഉടുപ്പ് ഇങ്ങനെ ഇട്ടപ്പോഴേക്ക് കൊച്ചു പറഞ്ഞു ഇന്നലത്തെ ആൻറ്റി ഇട്ട് ഉടുപ്പ് വരല്ലേ ഈ ആൻറ്റി ഇട്ടേക്കണത്. അപ്പം എനിക്ക് മനസ്സിലായി ചേട്ടാ ഇതിനാൾ വന്നിട്ടുണ്ട്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഉണ്ടല്ലോ ലിജോനെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഡയലോഗ് കാണപ്പെട്ട് പഠിക്കണം. ഇപ്പം നമ്മൾ 5 പേര് കൂടിയുള്ള സീനാണെങ്കിൽ 5 പേരും കൂടി ഇരുന്ന് വട്ടം വളഞ്ഞിരുന്ന് പഠിച്ച് ഓക്കെ ആയിട്ടാണ് 2 ക്യാമറ. നമ്മൾ ഒരു സാധനം അങ്ങാടത്തിൻ്റെയും കാണിക്കട്ടെ, കട്ടൂല, വെച്ചളകി കൊടുത്ത് പോയിട്ട്. നമ്മളിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പെങ്കൊച്ചു അപ്പം ആയാലും തരത്താരെ വിളിക്കാൻ ഓർഡർ ചെയ്ത് അത് വേറെ ക്യാമറ കൂടിയാണ്. അപ്പം നമുക്ക് അറിയുകയും ചെയ്യാം. അത് വെച്ച് അങ്ങനെയാണ് അങ്ങനെ പടം ചെയ്യാം. 18 ദിവസം കൊടുത്ത് സുഖം ഇതാണ് നമുക്ക് സുഖം. നമുക്ക് ഡയലോഗ് അപ്പം അങ്ങോട്ട് പറഞ്ഞ് പോകല്ലേ, ഒന്നും നോക്കാനില്ലല്ലോ. ഇത് അവിടെ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞ് ഇത് പറഞ്ഞല്ലേ വേറെ സിനിമകൾ ചെയ്യണം. അപ്പം ഇത് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ നല്ല സുഖം. ഞാനങ്ങോട്ട് പറഞ്ഞത് നല്ല രസമായിട്ട് പറഞ്ഞു. അപ്പോൾ കൈനീരി തങ്കരാജനാണല്ലോ പുള്ളി നാടകം നടക്കായിരുന്നല്ല എൻ്റെ കെട്ടിയാനായിട്ട് അഭിനയിച്ചോ. അപ്പോൾ പുള്ളി പറഞ്ഞ് എടീ നിനക്കാണ് ഈ ഇപ്രാവശ്യത്തെ അവാർഡ്. ഞാൻ പറഞ്ഞു പിന്നെ അവിടെ വെച്ചേക്കത് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആ കളിയാക്കി പറഞ്ഞു. പക്ഷെ അവാർഡ് കിട്ടിയപ്പോഴും പുള്ളി ആദ്യം തന്നെ വിളിച്ച് ഞാൻ പറഞ്ഞതിന് വല്ല കുറവുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെ അതെ എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ അതായത് കൊച്ചി ഭാഗത്ത് എറണാകുളമൊക്കെ ഉണ്ട് കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം സാറ് വരികയാണെങ്കിൽ സാറിൻ്റെ പേരും പറഞ്ഞ് കറിയും പഞ്ചായത്ത് മെമ്പർ എന്നും പറഞ്ഞിട്ട് പറയുള്ളൂ. അങ്ങനെ പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മൂമ്മമാരൊക്കെ കരയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കൊരു പ്രാന്തമുണ്ടായിരുന്നു. ഈ ആരെങ്കിലും അയലത്തടുത്ത് മരിച്ചെന്ന് വിചാരിച്ചോ, മരിച്ചത് പോയി കണ്ടിട്ട് പോരും, തിരിച്ച് വേറെ അവർ വിരുന്നേരം വരുമല്ലോ വേറെ ആൾക്കാർ. അപ്പം ഞാൻ പിന്നെയും ഓടും. അപ്പം അത് കേട്ടിട്ട് പിന്നെയും അവിടെ നിന്ന് അവരുടെ ഒപ്പം കരഞ്ഞ് സങ്കടമായി പിന്നെയും പോരും. പിന്നെയും ആരെങ്കിലും വരും, അപ്പോഴും ഞാൻ പോകും. അപ്പം എന്നെ വീട്ടിൽ നിന്ന് അമ്മ എനിക്ക് എന്തിൻ്റെ കേടാണ്, ആരെങ്കിലും പറഞ്ഞിട്ട് നീ എന്തിനാണ് അവർ വന്നിട്ടുണ്ടോന്ന് ചെല്ലട്ടെ എന്നോട് ചോദിച്ചത് ചെയ്യ്. അവർ കരയുമ്പോൾ ഞാൻ അപ്പം തന്നെ കരയും, എന്നിട്ട് കരഞ്ഞു പോകും. എന്നിട്ട് കരഞ്ഞ് കഴിഞ്ഞ് തിരിച്ചു വരും. ഈ സാധനം എല്ലാം മനസ്സിൽ കിടപ്പുണ്ട്. കരയാൻ പറഞ്ഞപ്പോൾ ഉണ്ടല്ല പദം പറഞ്ഞ് കരയാനാണ് ചേച്ചി കൊച്ചിക്കാരുടെ രീതിയിൽ ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞപ്പോൾ ഈ ഒരു സ്റ്റിക്ക് എടുക്കണ്ടതിൻ്റെ ഇടയ്ക്ക് ആ സാധനം വന്നപ്പോഴാണ് അടിപതറിപ്പോയി എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനം ഒത്തു വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലിജോ വേഗം ഇത് കഴിഞ്ഞ് ഇത് 11 ദിവസത്തെ ചില കരഞ്ഞാണേ.
മഴയും വെയിലും എല്ലാം കൊണ്ടിട്ട് അത് രാത്രി ഷൂട്ട് മുഴുവനും. രാവിലെ സന്ധ്യയ്ക്ക് 7 മണിക്ക് തുടങ്ങിയാൽ 5 മണിക്ക് തീരണേ, ഇങ്ങനെ ഷൂട്ട് അവിടെ. പക്ഷെ അത് കരച്ചിലെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയ ഒരു ഇത്തിരി കഴിഞ്ഞ് കഥാപാത്രം മരിക്കണേന്ന്. ഇയാൾ കൊണ്ടൊക്കെ പോയിട്ട് വേറെ ഒരു സ്ഥലത്തൊരു പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, അവിടെ ചെന്നൊക്കെ പോയിട്ട് വന്ന് തിരിച്ചു വരുമ്പോൾ അതിൽ കൂടെ തല്ലുപിടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ താറാവിനെ കൊണ്ടാണ് വന്നത്. ആ താറാവ് കറി വെക്കാനായിട്ട് പപ്പും പുഴ മുറിക്കുന്ന സമയത്ത് കറി ഇങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പനും മോനും കൂടി കുടിച്ചിരുന്നിട്ട് അവിടെ വെച്ചാണ് വീണ് പുള്ളി മരിക്കണം. അപ്പം അത്രയും കരയണം. 11 ദിവസം കരഞ്ഞാൽ കരച്ചിൽ. 11 ദിവസം ഒരു സ്വരം പോലും മാറിയില്ലെന്നുള്ളതാണ്. ഭയങ്കര അതൊരു ഭയങ്കര ഇല്ല. അതിനിടയ്ക്ക് മഴയും കൊള്ളണല്ലേ, തല്ലും ബഹളവും ഒച്ചപ്പാടും ഒക്കെ. അങ്ങനെയാണ് ആ കരച്ചിൽ. അത് എൻ്റെ കയ്യിലുള്ള കരച്ചിലായിരുന്നത്. അത് കഴിഞ്ഞാൽ അത് ഡബ് ചെയ്യാൻ പോയല്ല. ഡബ് ചെയ്യുമ്പോൾ ഇവള് കരച്ചിലെന്ന് പറഞ്ഞാൽ വെറുതെ കരണല്ലേ, നമ്മ ഉള്ളിൽ കൊണ്ട് തന്നെ കരയണേന്. അപ്പൊ കണ്ണീര് ഒഴുകണേണ് കരച്ചിൽ വരുമ്പോ. അപ്പൊ ഡബ് ചെയ്യുമ്പോഴും കരച്ചിൽ കരയണേന് ഞാൻ. അപ്പൊ ലിജോ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോ എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, ഞാനൊരു ഫീമെയിലിനെ ആദ്യമായിട്ടാണ് കെട്ടിപ്പിടിക്കണത്, ചേച്ചി എന്ന് സമ്മതിച്ചിട്ട് കേട്ടാന്ന് പറയും. അങ്ങനെ എല്ലായിടത്തും എന്നെ പറ്റി പറയുമായിരുന്നു കേട്ടോ ലിജോ. അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു വേഷമായിരുന്നു അത്. എൻ്റെ നാടിൻ്റെ നന്മയെന്ന് ഞാൻ പറയുള്ളൂ അത് അവാർഡ് എന്ന് പറഞ്ഞാൽ. നാട്ടുകാരെല്ലാവരും എങ്ങനെ പറയണം. ഇപ്പം ആളുകൾക്കൊക്കെ നാണമായി തുടങ്ങി. ഞാനിത് കരഞ്ഞ് പറയും അവിടെ ഓഡിയൻസ് എല്ലാവരുടെ അടുത്ത് ചെല്ലുമ്പേ പറയും, ഞാൻ പറയും ഇനി മേലെ ലീവ് വേഷക്കെട്ട് അടിക്കരുത്, ആൾക്കാർ സിനിമ വരെ എടുത്ത്, അതുകൊണ്ട് ഒത്തിരി ഒതുക്കി കരയണ്ടോട്ടാണ്. അങ്ങനെയാണ് അത് കരച്ചിലിൻ്റെ സംഭവം ഉണ്ടായത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്നു സാധനം, മനസ്സിലുണ്ടായിരുന്നു. അപ്പം അത് മോനെ പോയിട്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ പോലെയല്ല. പിന്നെ പറയട്ടെ എന്നത്. അപ്പോൾ പിന്നെ വഴക്കിട്ട അപ്പോൾ ഈ ബന്ധുക്കാരായിട്ടുള്ള വഴക്കിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവർ വരാറില്ല. മരിച്ചെന്ന് പറഞ്ഞപ്പോൾ വരുമല്ലോ എല്ലാവരും. അങ്ങനെ മരിച്ചപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ വഴക്കിട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പനെന്താണ് ഇപ്പം ഒന്നും മിണ്ടാത്തത്? സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ അപ്പന് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പൊന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ആ ടോണിൻ്റെ വ്യത്യാസം. അതിലാണ് ഈ ആൾക്കാർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓഡിയൻസൊക്കെ അത് ചിരിക്കുമെങ്കിലും ഉണ്ടല്ല, പിന്നെ കരയും. നമ്മൾ തന്നെ അയാളുടെ ദേഹത്തേക്ക് ആ പന്തലും എറിഞ്ഞു വീഴുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുപോലത്തെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ വീട്ടിൽ കിടക്കണ പോലെ എനിക്ക് തോന്നിയുള്ളൂ. അത്ര ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ അഭിനയിച്ചത്. എനിക്ക് അങ്ങനെ ആയിപ്പോവും ഞാൻ അഭിനയിക്കുമ്പോഴേ. സങ്കടം ഉണങ്ങി അത് സങ്കടത്തിലേക്ക് ഒരു വരും. അങ്ങനെ ഒരു ഇതുണ്ട്, ദൈവം തന്നൊരു കൃപ. അതുകൊണ്ട് അങ്ങനെ വരുന്നതായിരുന്നത്. അപ്പൻ സിനിമ എന്ന് പറഞ്ഞാല് അത് പിന്നെ എനിക്ക് വേണ്ടി കഥാപാത്രമുള്ളത് അത് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ്. ഇത്രയും ദുഷ്ടത അറിഞ്ഞ ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം ഭയങ്കര. ഫസ്റ്റ് തന്നെ വീട്ടിൽ പോയിട്ട് അപ്പം മരിച്ചിട്ട് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇയാളെ, നീ പോയാൽ നീ പോയിക്കോ, ഞാനിവിടെ വേറെ ആളാ. അപ്പം അത് മക്കളോട് പറഞ്ഞേ, അമ്മ എന്തിനാണ് നീ അപ്പനെ കെട്ടിയതെന്ന് ചോദിക്കാം അവർ മരുമക്കൾ. അപ്പം നിനക്കൊക്കെ അറിയണോ, പോയിട്ട് അപ്പം മരിച്ചത് അറിഞ്ഞിട്ട് ഞാൻ പോകാൻ പോയിട്ട് പറ്റേന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു എന്താണെന്നറിയാം, നീ പോയിട്ടോ, അപ്പോൾ ഞാൻ വേറെ ഇവിടെ ആളുണ്ടാകും. അങ്ങനെയാണ് ഈ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാറുന്നില്ലെന്ന് ചോദിക്കും. അമ്മ ഇതിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലായിരുന്നു. വീട്ടിൽ പോയിട്ട് എന്തിനാണ്, ഇതിനും വലിയ പ്രാരാബ്ദമുണ്ട് അവിടെ, ആരും ഇല്ലാത്തതായിട്ടാണ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ ഡയലോഗ്സ് ഉണ്ടല്ലോ. അതൊക്കെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് അങ്ങോട്ട് വന്നോളൂ. ജീവിതത്തിൽ ആ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, അല്ലാണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ഒരു ഇതൊക്കെ മനസ്സിൽ വരുമല്ലോ നമുക്ക്. അതുകൊണ്ട് ആ സമയത്ത് കരഞ്ഞു പോകും. കണ്ണീരൊക്കെ എനിക്ക് ഗ്ലിസറിനിടാറില്ല, കരച്ചിൽ വരുമ്പോൾ കരഞ്ഞു പോകും. ഉൾക്കൊണ്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ, 5ാം ക്ലാസ് തുടങ്ങി തന്നെ നമ്മൾ കലാവാസനയുള്ള ഒരാളാണെന്നുള്ളത് കോൺവെൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവണം. പിന്നെ 6ാം ക്ലാസ് ആയപ്പോൾ കുറേ അവിടുത്തെ ചെറിയ ചെറിയ ബാലരമയിലുള്ള കഥകളൊക്കെ ഉള്ള നാടകം വെക്കണം. അതൊക്കെ ചെയ്ത് ഇതിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് നാടകത്തിൽ. അപ്പോൾ ഒരു 16 വയസ്സൊക്കെ ഉള്ളപ്പോൾ പുറത്തുനിന്നൊരു ക്ലബ്ബുണ്ട് അവിടെ സ്കൂളിൻ്റെ അപ്പുറത്ത്, കുരിശിങ്ങപ്പള്ളി അവിടുത്തെ കോൺവെൻറ്റിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ കുരിശിങ്ങപ്പള്ളിയുടെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിലെ ആളുകൾ ഒരു ബാലനടീനെ വേണം എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചേഴ്സിനോട് വന്ന് പറഞ്ഞു.
അപ്പോൾ ഈ അവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ മുഴുവനും പുറത്തുനിന്നുള്ള ആളുകളെ വിളിക്കണം. അപ്പോൾ പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മളെ കഴിവുകളൊക്കെ, ഞാൻ അന്നൊക്കെ ആണിൻ്റെ വേഷം ചെയ്യണം എപ്പോഴും. അപ്പോൾ അത് റെഡിയായി നിൽക്കാനും അതിൻ്റെ ഭാവങ്ങളൊക്കെ കാണിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അവർ പുറത്തുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു നാടകം അവർ വാടേപ്പള്ളിയിൽ കളിക്കാൻ വേണ്ടിയാണ് ഒരു കൊച്ചിനെ വേണം, നമുക്ക് ഞങ്ങൾക്ക് ആ ഫൗളി എന്ന് പറഞ്ഞാൽ കൊച്ചിനെ മതി, അത് നന്നായിട്ട് പറഞ്ഞു കൊടുത്താൽ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ വന്ന്. മാനുവൽ എന്നായിരുന്നു ആ പുള്ളിയുടെ പേര്. അപ്പോൾ ടീച്ചർ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഒരു കത്ത് തരാം, അപ്പച്ചൻ്റെ അടുത്തുകൊണ്ടേ കൊടുത്തിട്ട് നാളെ വരുമ്പോൾ മറുപടി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് എഴുതി തന്ന അപ്പച്ചൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ചെറിയ സ്കൂളിൽ നിന്നുള്ള ഒരു ഇതല്ലേ, അതുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞു ആ പൊയ്ക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ക്ലബ് സ്കൂളിൻ്റെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഒരു നേരം വിളിക്കും, റിഹേഴ്സലും ഒരു പങ്കുകൊള്ളും ചെയ്ത് വളരെ ഗംഭീരമായിട്ട് നാടകം വിജയിച്ചെന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതറിഞ്ഞപ്പോൾ ഒരു കൂട്ടരും കൂടി വേഗം വേറെ നാടകത്തിന് വേണ്ടി വിളിച്ച്. അങ്ങനെ അതെൻ്റെ അമ്മച്ചിയുടെ ആങ്ങള ഉൾപ്പെടെയുള്ള ഒരാളുകളായതുകൊണ്ട് അപ്പച്ചൻ അതിനും വിട്ട്. അപ്പച്ചൻ പിന്നെ പറഞ്ഞു മതി കേട്ടോ, ഇനി നാടകത്തിൻ്റെ പരിപാടി നിർത്തിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഓക്കെ, നമുക്ക് അന്നേരം നാടകം കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും പുറത്തോട്ട് പോയി കളിക്കണം എന്നുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ളിൽ. അമച്ചർ നാടകം ഒരു 2.5 വർഷത്തോളം അമച്ചർ നാടകം കളിച്ച്. അത് നമ്മുടെ വൈപ്പിൻ മുൻപം തന്നെ ഒരു ക്ലബ്ബുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, എല്ലായിടത്തും നാടകം ഉണ്ടാവും. അങ്ങനെ കളിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പറവൂരൊരു കമല ചേച്ചി ഉണ്ടായിരുന്നു. ആ കമല ചേച്ചി അന്നത്തെ അമ്മ വേഷങ്ങൾ ചെയ്യണത്. പി ജാനൻ്റെ അവിടുത്തെ എല്ലാ അമ്മ വേഷങ്ങളും ആ ചേച്ചിനെ കണ്ടിട്ടാണ് ആൻചേട്ടൻ എഴുതുന്നത്. അപ്പോൾ ആ നാടകങ്ങൾ ചെയ്യണം ആ ചേച്ചിയായിട്ട്. ആ ചേച്ചി ഒരു എല്ലാ നാടകത്തിലും 4 പെണ്ണുണ്ട് 3 പെണ്ണുണ്ടെങ്കിൽ ചേച്ചിക്കറിയുള്ള ആളുകളെ വിളിക്കും ചേച്ചി. അങ്ങനെയാണ് അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പറവൂരിന്ന് പോണത്. അങ്ങനെ ചേച്ചി ഞാനായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ക്യാരക്ടർ വേഷങ്ങൾ വന്നാലും എന്നെ വിളിക്കും, അപ്പോൾ കോമഡി എന്നെ വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണ് ഈ നാടകം ഞങ്ങൾ ആലുവയിൽ ഇടയാറൊരു കമ്പനി ഉണ്ടായി, അവിടെ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പുറത്തുള്ള പിജാനിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു ആൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയിൽ ജോലിയാണ്, ഗോപി എന്ന് പറഞ്ഞൊരാളായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വന്നിച്ച് കമൽ ചേച്ചിയോട് ചോദിച്ചു ആ കുട്ടീനെ നമുക്ക് ആൻചേട്ടൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയാലാന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു പെണ്ണ് ശരിയാകാഞ്ഞിട്ട് അവിടെ ഒച്ചപ്പാടും ബഹളവും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അങ്ങനെ എന്നിട്ട് ഇവർ തന്നെ ഡയലോഗ് അവിടെ ഒരു പിജൻ്റെ അവിടുത്തെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡയലോഗ് പഠിച്ചിട്ടുണ്ടാകണം. അവിടെ ചെന്ന് പ്രോമിറ്റ് ചെയ്ത് ഡയലോഗ് പറയാൻ സമ്മതിക്കില്ല. പുള്ളി പുസ്തകം ആദ്യം തന്നെ എഴുതി തരും, അത് നമ്മൾ പഠിച്ച് ചെല്ലണം. അങ്ങനെയാണ് അവിടുത്തെ നീക്കം. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഡയലോഗ് പഠിക്കാൻ ഞാൻ പിടിക്കുക, പെട്ടെന്ന് അങ്ങോട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞാനിതൊക്കെ പഠിച്ച് പച്ചവെള്ളം പോലെ ആക്കി എന്നെ പിറ്റേ ദിവസം ഈ പരീക്ഷ കഴിഞ്ഞ് കൊണ്ടുപോകണം അവിടെ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആൻചേട്ടൻ അവിടെ നിൽപ്പുണ്ട് ഇങ്ങനെ താടിയൊക്കെ തടങ്ങി നിൽക്കുകയാണ്. ചെന്ന് ഓട്ടോറിക്ഷയൊക്കെ ഇറങ്ങിയപ്പോൾ എന്താ പേര് എൻ്റെ പേര് പൗളി, എവിടെയാണ് വീട്? ഓച്ചന്തുരുത്ത്. പാപ്പുട്ടി വരെയൊക്കെ അടുത്താണ്. ഞാൻ പറഞ്ഞു പാപ്പുട്ടി വരുന്നത് കേട്ടിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞു അടുത്താണെന്ന് പറഞ്ഞു. എവിടെ ഒരു രക്ഷപ്പെടല്ലേ എന്താ പറയുക, ഇയാളെ കണ്ടിട്ട് പേടിയാണ്. നമുക്ക് ഭയങ്കര കാണ്ടൊക്കെ ഇങ്ങനെ മറിഞ്ഞ് കുടിച്ച് അടിച്ച് പൊളിച്ചിങ്ങനെ ആ സമയത്ത്. അങ്ങനെ പിന്നെ ഡയലോഗിൻ്റെ കാര്യത്തിൽ ഞാൻ എന്നെ സമ്മതിച്ചു. കാരണം ഒരു ഒറ്റ ഡയലോഗിലും തെറ്റിയില്ല. അത് അമ്മായിയമ്മയും മരുമകളും കൂടിയുള്ളൊരു പോലുള്ള ഒരു നാടകമായിരുന്നു. പറയണതിനനുസരിച്ച് പെട്ടപ്പെട്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്ത്. അമ്മായിമ്മപ്പരൊക്കെ നമുക്ക് കേട്ടൊക്കെ പരിചയമുണ്ടല്ലോ. അപ്പച്ചൻ്റെ അമ്മ എൻ്റെ അമ്മച്ചിനോടൊക്കെ ഭയങ്കര പോരായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വെച്ചാലൊക്കെ ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 5 വർഷം അവിടെ ഇരുന്നു. അതോടുകൂടി അടിയും തടവും ഒക്കെ പഠിച്ച് സൂപ്പറായി. പിന്നെ ഒരിക്കൽ പോലും എന്നെ ഒരു വഴക്ക് പറഞ്ഞിട്ടില്ല ആൻചേട്ടൻ. ഞാനവിടെ ചെല്ലുമ്പോൾ തിലകഞ്ചേട്ടനുണ്ട് അവിടെ. അങ്ങനെ 2 വമ്പന്മാരുടെ നടുക്കായിരുന്നു. അങ്ങനെ ഒരു 5 നാടകം 5 വർഷം അവിടെ നിന്ന്. പിന്നെ അത് തിലകഞ്ചേട്ടൻ അവിടെ നിന്ന് പോയിട്ട് ഞാൻ അവിടെ നിന്ന് പോയിട്ട് പിന്നെ കലാശാല ബാബുചേട്ടൻ ട്രൂപ്പ് തുടങ്ങി. അപ്പോൾ പി ജാനയുടെ നാടകമാണ് അവരെടുത്ത സോഷ്യലിസം. അപ്പോൾ ആ നാടകത്തിന് എന്നെ വിളിക്കുന്നു. ഞാനൊന്ന് നീണ്ടു മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്. പ്രായമുള്ള വേഷങ്ങളായിരുന്നു എനിക്കിഷ്ടം. 19 വയസ്സിൽ ഞാൻ തിലകഞ്ചേട്ടൻ്റെ 75 വയസ്സുള്ള കഥാപാത്രമായിട്ട് കൂടെ അഭിനയിച്ച്. ഒരിക്കലും നമ്മൾ സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ നമ്മളെ വിളിക്കുമെന്നോ അല്ലെങ്കിൽ നമുക്ക് വേണമെന്നോ ഒന്നും തോന്നിയിട്ടില്ല. നമുക്ക് നിക്കകളിയിലാണ് നാടകമാണ്. അവർ 365 ദിവസമുള്ളതിൽ 330 നാടകം വരെ കളിച്ച ദിവസങ്ങളുണ്ടായിട്ടുണ്ട്, കൊല്ലങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു പരാതിയും പരിഭവമൊന്നും മനസ്സിലുണ്ടായിരുന്നേ ഇല്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയിലേക്കായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാകാരന്മാരുടെ ഒരു സംഘടന ഞങ്ങൾ അവിടെ രൂപീകരിച്ച്. ഇപ്പോൾ മധുര 17 നിൽക്കുകയാണ്, 18 ആകാൻ പോലും.
അപ്പോൾ അതിന് വാവയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതിനെ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അങ്ങനെ അവിടെ വെച്ച് ആദ്യത്തെ ഒരു മെഗാ ഷോ നടത്തി. അങ്ങനെ ഇരുന്ന് അവൻ്റെ പൊതുസമ്മേളനം നടക്കുമ്പോൾ സിദ്ദിഖ് പറഞ്ഞു, ഞാൻ വള്ളിക്കൽസോട്ടുണ്ട് നിൽക്കുമ്പോൾ തുടങ്ങി ചേച്ചിയുടെ നാടകം കാണുന്നതാണ്, ചേച്ചിയൊക്കെ ഒന്നും ഇതുവരെയും ഒരിടത്തും എത്തിയിട്ടില്ല, രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അപ്പോൾ ബെന്നിക്കും അതൊരു കേട്ടപ്പോൾ ഒരു പ്രയാസമായി. ഞാൻ ഇത്ര സിനിമ ചെയ്തിട്ട് ഞാൻ പൗൾ ചേച്ചനൊന്നും വിളിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടുണ്ടാകണം. അങ്ങനെ എന്തോ പിന്നത്തെ സിനിമ അണ്ണൻ തമ്പി ചെയ്തപ്പോൾ എന്നെ വിളിച്ച്, ബെന്നിയും ഡിക്സനും കൂടിയാണ് വിളിച്ചത്. ഡിക്സനെ പ്രൊഡക്ഷൻ കൺട്രോളർ നമ്മുടെ തൊട്ടടുത്താണ് താമസിക്കണമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ്, ചേച്ചി ഒരു സീനുണ്ട് അഭിനയിക്കാനായിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെ? പൊള്ളാച്ചിയിൽ. എൻ്റെ പൊന്നു പറയാ അല്ലെന്ന് പറഞ്ഞു. അതെന്താ 3 ദിവസം ഒഴിവിട്ടേക്കലാണ്, ഇവർക്ക് വല്ലയിടത്തും കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതെല്ലാം വെച്ചാൽ സിനിമയിൽ വിളിച്ചപ്പോൾ വന്നില്ലേ? ഞാൻ പറഞ്ഞു സിനിമയിൽ എന്ത് കോപ്പം കാണിക്കാനാണ്, അവിടെ വരാൻ നിങ്ങൾ വല്ല വേലിക്കൽ നിൽക്കണത്, ചേച്ചി എന്തിറക്കണമെന്ന് ചോദിക്കാനല്ലേ? ഞാനില്ലെന്ന് പറഞ്ഞു, എനിക്കിവിടെ നല്ല സൂപ്പർ വേഷങ്ങളാണ് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അയ്യോ അല്ല, ചേച്ചിക്ക് പറ്റിയ സാധനമാണ് വാ എന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ പിള്ളേർ പറഞ്ഞു, ബെന്നി ചേട്ടനല്ലേ എന്തെങ്കിലും നല്ല വേഷം എടുക്കുള്ളൂ. അന്ന് ബെന്നി കത്തിക്കുന്ന സമയമാണേ. അപ്പോൾ പറഞ്ഞു ചെല്ലി എന്ത് പണ്ടാരങ്ങളായിട്ട് ചെല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. അങ്ങനെയാണ് ആ സിനിമയ്ക്ക് വരുന്നത്. ഒരു ഡയലോഗുള്ളൂ. അതായത് സുരാജും മമ്മൂക്കയും കൂടി വണ്ടിയിൽ വന്ന് ആംബുലൻസ് ഒന്ന് തുറന്ന് ഇത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മറ്റും വിളിച്ചുകൊണ്ടെന്ന് എനിക്ക് തുറക്കുമ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് ഈ മമ്മൂക്കനെ അറിയാം. അപ്പോൾ മോനെ അപ്പൂ വാസുവിനും പോയടാ, എനിക്കിനി ആരുമില്ലടാ എന്ന് പറയും. അതാണ് ഡയലോഗ്. അപ്പോൾ ഈ നാടകത്തിൽ അങ്ങനത്തെ കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി നമ്മുടെ സാധനോട് ചേച്ചി അങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ആംഗിൾ നോക്കാൻ പോയില്ല, ക്യാമറ നോക്കാൻ പോയില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അത് അങ്ങനെയാണ് ആ സിനിമയുടെ പറഞ്ഞത്. പിന്നെ ഒരു സിനിമയും കൂടി പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വേഷം ഉണ്ടെങ്കിൽ കൊടുക്കണം പൗൾ ചേച്ചി കേട്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സിനിമയും കൂടി ചെയ്തു. പിന്നെ നമ്മൾ രാജീവ് രവിയുടെ പടത്തിൽ ത്രൂ ഔട്ട് വേഷം വരുന്നത് അന്യ റസൂൽ, നല്ല വേഷം വരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സൗബിനാണ് അമൽ നീരദിനോട് പറഞ്ഞ് പൗൾ ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, നമുക്ക് ആ ചേച്ചിനെ വിളിക്കാമെന്ന് പറയും. അങ്ങനെയാണ് ആ 5 സുന്ദരികളിൽ അവിടെ അത് ക്ലിക്കായി. കാരണം പിന്നെ പടം വന്നു. നമുക്ക് 4 കൊല്ലം ഞാൻ സിനിമ നാടകം കളയാണ്ട് തന്നെ നിന്ന്. വല്ലപ്പോഴൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിപ്പഴപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് നാടകം കളയാൻ പറ്റില്ല. പക്ഷേ പിന്നെ ഒരു അടുപ്പിച്ച് വന്നപ്പോൾ 2-3 സിനിമക്ക് പോയി. മമ്മൂക്കയുടെ തന്നെ വേറെ സിനിമക്കൊക്കെ നമുക്ക് കൊച്ചിയിൽ ഷൂട്ട് എടുക്കുമ്പോൾ ഞാൻ തലശ്ശേരിയിൽ നാടകങ്ങൾ ചെയ്യുന്നത്, അവിടെ വിളിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്ന് നിന്ന് നോക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് പിന്നെ നിന്നത്. അപ്പോൾ അതൊരു പിന്നെ വിളി അങ്ങോട്ട് വന്നു ഫാമിലി. പിന്നെ അങ്ങനെ അഭിനയിച്ച് 94 സിനിമ ചെയ്യാൻ പോണം. അങ്ങനെയൊക്കെ മമ്മൂട്ടിയായിട്ട് 75 കാലഘട്ടത്തിൽ ഒരു നാടകം കളിക്കാൻ പറ്റി. അത് നമ്മളുടെ അവിടെ ഒരു ചിന്നൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, അയാൾ എഴുതിയിട്ട് ആ നാടകം 2 നാടകം പുള്ളി എഴുതി. സബർമതി എന്ന് പറഞ്ഞ ആന്തോളനം. ഈ 2 നാടകവും മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു നാടകം സബർമതി എന്ന് പറഞ്ഞ നാടകം കളിക്കുമ്പോൾ ഒരു പെണ്ണില്ല അതിൽ, അത് ഞാൻ ആയിരുന്നു. അങ്ങനെ അന്ന് മമ്മൂക്ക് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നത്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ, മമ്മൂട്ടി ലോ കോളേജിൽ. പക്ഷെ ഇപ്പം മമ്മൂട്ടി ഞാൻ ഒപ്പം പ്രായമായി. ഇപ്പം മമ്മൂട്ടിയുടെ കൂടെ ഒരു സിനിമക്ക് വിളിച്ചിട്ട് പിന്നെ അവതരണം വിളിച്ചില്ല. അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അതാണ് അങ്ങനെയൊക്കെയാണ് സംഗതികൾ. പിന്നെ അണ്ണന്തമ്പിക്കാ കാണണം. പിന്നെ ഭീഷ്മർവത്തിന് മുമ്പ് മംഗ്ലീഷ് ചെയ്ത്, പിന്നെ ഈ വേറൊരു 2-3 അച്ചാദ്യം ചെയ്ത്, പിന്നെ ഇതാണ് പ്രൈസ്തലോട് ആ പടങ്ങൾ ചെയ്ത്, അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്ത്, 3-4 പടങ്ങൾ ചെയ്ത്, പിന്നെ ലാസ്റ്റും ഭീഷ്മർവം ചെയ്തു. അങ്ങനെ മമ്മൂക്കൊക്കെ ഓർമ്മയുണ്ട്. മമ്മൂക്ക ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ മനോരമയിലൊരു ഇത് വരുമല്ലോ, ഒരു നടനെ പറ്റിയൊക്കെ എഴുതുമല്ലോ. അങ്ങനെ എഴുതിയ സമയത്ത് മമ്മൂക്ക എഴുതിയിട്ടുണ്ടായിരുന്നു സബർമതി എന്ന് പറഞ്ഞ നാടകത്തിൽ ഞാൻ അഭിനയിച്ച. അതിൽ പൗളി എന്ന് പറഞ്ഞൊരു നടിയായിരുന്നു. എന്നിട്ട് ആ ക്ലബിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഈ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോ എൻ്റെ അടുത്തുണ്ടായി, മമ്മൂക്കയുടെ അടുത്തുണ്ടായിരുന്നു അന്ന്. മമ്മൂക്കയുടെ അടുത്ത് ഇപ്പോഴും ഉണ്ടോ ഫോട്ടോ, എൻ്റെ അത് ചീത്തയിപ്പോയി. അങ്ങനെ അത് മമ്മൂക്കൊക്കെ വല്ല ഓർമ്മ. മമ്മൂക്ക ഈ ഞാൻ മമ്മൂക്കയുടെ അടുത്തേക്ക് ചെന്നില്ല, കാരണം എന്നെ ചിലപ്പോൾ മനസ്സിലാവില്ലായിരുന്നു. ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കണമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ അടുത്തോട്ടൊന്നും ചെന്നില്ല. മമ്മൂക്ക വേഗം ഡയലോഗ് പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞു അതൊരു അറിയാവുന്ന ഒരാളാണല്ലോ എന്ന് പറഞ്ഞു. നാടകത്തിലെല്ലാം വരിക. അപ്പോൾ ശ്രദ്ധിക്കുക പറഞ്ഞു അത് ഞങ്ങളുടെ പൗളിച്ചാണ്. പിന്നെ മമ്മൂക്ക എന്ന് പറയുമ്പോൾ പറഞ്ഞു
പൗളി എൻ്റെ കൂടെ ഞങ്ങൾ കളിച്ചിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞു. പുള്ളി നീറ്റ് വന്നു. അപ്പം നമ്മൾ ആദ്യത്തെ സിനിമയ്ക്ക് ചെല്ലുമ്പോൾ പ്രധാന നടന്മാർ വരില്ല. ഇതാണ് കേട്ടോ പ്രധാന നടൻ്റെ മുഖം എന്ന് പറയാൻ കാണിക്കണം. അപ്പം ഞാൻ മുഖം നോക്കില്ല, ക്യാമറ നോക്കില്ല, ഞാൻ എൻ്റെ ഡയലോഗ് അങ്ങോട്ട് പറയട്ടെ. അപ്പോഴാണ് പുള്ളി വന്നിട്ട് പുള്ളി അങ്ങോട്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, താനെന്താണ് മിണ്ടാണ്ട് വന്നത്? ഞാൻ പറയും മമ്മൂക്ക് എന്നെ മനസ്സിലായില്ലെങ്കിൽ എന്ന് കൊടുത്തിട്ടാണ് ഞാൻ മിണ്ടാഞ്ഞെന്ന് പറയും. തന്നെയൊക്കെ ഞാൻ മറക്കുള്ളൂ, ഞാൻ എല്ലാവരും ഓർത്തിരിക്കുന്ന ആളല്ലേ. അങ്ങനെ പിന്നെ 1 മണിക്കൂർ പിന്നീട് സംസാരിച്ചിട്ട് അപ്പം നമുക്ക് തന്നെ പിന്നെ വന്ന് മമ്മൂക്കയുടെ മുഖത്തൊക്കെയാണ്. അപ്പോൾ സ്വരാജ് പറയും, ഇനി കരഞ്ഞത് മതി, ആരെങ്കിലും വരുമ്പോൾ കരഞ്ഞാൽ മതി എന്ന് പറയും. അപ്പം ഞാൻ വേഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണീര് വേഗം തുടങ്ങി. അപ്പോൾ വേഗം മമ്മൂക്ക് പറഞ്ഞ്, ഇങ്ങനെ കാണിക്കണ്ട, ഇങ്ങനെ കാണിച്ചു എന്ന് പറയും. ശരിയെന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ നിങ്ങൾ കാണിച്ചു. അപ്പം ഒരു സംവിധായകനുമായി. ഈ പെർഫോം ചെയ്യുന്ന സമയത്ത്, സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആക്ടറിന്റെ ഒരു ആളുടെ പെർഫോമൻസ്, അതിൽ നിന്ന് എന്തെങ്കിലും ക്യൂ എടുക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും റിയാക്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുന്ന ആൾ നല്ല ആളാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ അഭിനയിക്കാൻ നല്ലതാണ്. അപ്പം മമ്മൂക്കയുടെ നിൽക്കണമെങ്കിൽ നമ്മൾ അത് കീപ്പ് ചെയ്ത് തന്നെ പറയും എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ റിയാക്ഷൻ ഇന്നതായിരിക്കും നമുക്കറിയാമല്ലോ. ഇപ്പം ഭീഷ്മറും പറഞ്ഞപ്പോൾ ഭീഷ്മർത്തിൻ്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ അവിടെ സിങ് സൗണ്ടാണ്, നമ്മൾ കാണാം, എല്ലാം പറയണം. ആ ഡയലോഗ് തന്നിട്ട് പിന്നെ മമ്മൂക്ക വരുമ്പോഴാണ് മമ്മൂക്കനെ ആദ്യം കാണിക്കണത് എൻ്റെ ഡയലോഗിലാണ്. ആ ഡയലോഗ് നല്ല മനോഹരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഭയങ്കര ഇമോഷണലായിട്ട് അവസാനം നിർത്തുമ്പോൾ മമ്മൂക്ക എന്നോട് ഇങ്ങനെ കാണിച്ചു. അപ്പം അതൊക്കെ നമുക്കൊരു അവിടെ ഇരിക്കണ ആളിൻ്റെ പവറും കൂടി നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഇരിക്കണത് പത്മശ്രീ മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കാച്ചടം. അപ്പം അതുപോലെ അങ്ങനെയാണ് എല്ലാവരും കൂടി. അത് നമുക്ക് കൂടെ നിൽക്കുന്ന ആൾ നല്ലതാണെങ്കിൽ ഇത്തിരി കൂടി നമ്മൾ പവറാവും, ആകാൻ പറ്റും അവർക്കും അവർക്കും അതുപോലെ തന്നെ കിട്ടും. അമൽ നീരദിൻ്റെ കൂടെ മുന്നറിയിപ്പ്, പിന്നെ മുന്നറിയിപ്പല്ല മറ്റേ ഈ യൂബിൻ്റെ പുസ്തകം, പിന്നെ ഇത് 5 സുന്ദരികൾ, ഭീഷ്മറും. ഒരു സിനിമ എനിക്ക് മിസ്സായിപ്പോയി അതിനിടയ്ക്ക്. അത് ഒരു പടം വേറെ വന്ന് കയറിയപ്പോൾ ചെല്ലാൻ പറ്റിയില്ല. നല്ല സാധനം ഇടുന്നത്. പക്ഷെ ഞാനത് മറ്റേ CA എന്ന് പറഞ്ഞൊരു പടം, അതിനകത്ത് മറ്റേ ദുൽഖറിൻ്റെ അതിൻ്റെ ഒരു പള്ളിയിൽ നമ്മുടെ മുത്തുമണിയുടെ അമ്മ കയറി പറയണ ഡയലോഗ്, അതെൻ്റെ ഡയലോഗായിരുന്നു. എനിക്കത് ഈ വെൽക്കം ടു സെൻട്രൽ ജയിലിൽ ആ സിനിമ ചെയ്തിട്ട് ഡേറ്റ് മാറി, അവരും ഡേറ്റ് മാറ്റിപ്പോയി. അത് കാരണം ചെയ്യാൻ പറ്റിയില്ല. ഈ ഡേറ്റ് എനിക്ക് ഇവർ തന്നതാണ്, എന്നിട്ട് പക്ഷേ ആ ഡേറ്റും പിന്നെ അവർ മാറ്റി. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു സാധനം വരുന്നത്. ചെയ്യണം എന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു ടൈപ്പ് കഥാപാത്രം ഉണ്ടോ? ഇനി എന്തെങ്കിലും എനിക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. കുറേ ആഗ്രഹങ്ങളുണ്ട്. കുറേ നല്ല വേഷങ്ങൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ കിട്ടല്ല. അറിഞ്ഞ ആരെങ്കിലും ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കിട്ടിക്കഴിഞ്ഞാൽ തകർക്കും എന്ന് എനിക്ക് അതുണ്ട്, അത് ഉറപ്പുണ്ട്. ഇപ്പം കോമഡി ആയാലും സീരിയസ് ആയാലും ഏതായാലും കിട്ടിയാൽ നമ്മൾ തകർക്കും, ചെയ്യും അതനുസരിച്ച്. അങ്ങനത്തെ മറ്റേ അപ്പൻ സിനിമ ചെയ്തത് ഭയങ്കര ഇതായിപ്പോയില്ലേ, വലിയ വിഷമത്തിലുള്ള സിനിമയാണല്ലോ. എന്നാൽ അതിൻ്റെ അകത്ത് എല്ലാം കാണിക്കാൻ പറ്റിയല്ല. അപ്പം അങ്ങനത്തെ വേഷങ്ങൾ ആരെങ്കിലും എഴുതിയാൽ നമ്മൾ ചെയ്യും. എന്തായാലും കുഴപ്പമില്ല. വില്ലത്തിയായാലും കൊള്ളാം, തമാശയായാലും കൊള്ളാം, സീരിയസ് ആയാലും കൊള്ളാം. മറ്റേ ഡാഗിനി ചെയ്തല്ല, ഡാഗിനിയിൽ വില്ലത്തിയായിട്ടല്ല. അങ്ങനെയൊക്കെ ചെയ്ത റൊമാൻസും ഉണ്ട് എല്ലാം. മറ്റേ വയസ്സൻ റൊമാൻസാണ്. റൊമാൻസൊക്കെ ചെയ്യും ഞാൻ അടിപൊളിയായിട്ട്. വയസ്സായാലും ഇനി നമുക്ക് ചെയ്യാമല്ലോ. നല്ലതാ, പാവങ്ങളാ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ല ഇതാണ്. ടോവിനോ അവരൊക്കെ നല്ല ഗ്രാങ്ങളാണ്. ചാക്കോച്ചിയൊക്കെ എന്തൊരു പാവം ഗ്രാങ്ങളാണ്. നമ്മളിവിടെയൊക്കെ ഒരു പ്രത്യേക ബഹുമാനം ഉണ്ട് അവർക്കൊക്കെ. എല്ലാ ഗ്രാങ്ങളും ഇപ്പം ഈ തലമുറയിൽ വന്ന് നിൽക്കണ എല്ലാവരും നല്ല ഇതാണ്. അവരാർക്കും ആരോടും വ്യത്യസ്ത ഇതൊന്നുമില്ല. എല്ലാവരോടും ഒരേപോലെയുള്ള പെരുമാറ്റങ്ങളും ഒക്കെയാണ്. ടോവിനോയുടെ കൂടെ ഞാനൊരു 3-4 പടം ചെയ്തു. പിന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഇത്രയൊരു സഹകരണമുള്ളൊരു നടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണതിന് ഇത്തിരി ഇതുണ്ടെങ്കിൽ അപ്പം പറയും, ചേച്ചി അത് ഇങ്ങനെ പറഞ്ഞാൽ ചേച്ചി കാണാഞ്ഞിട്ടാണ് അത് ചേച്ചിക്ക് മനസ്സിലാകാത്ത, ഞാൻ കാണിച്ചിട്ടേ എന്നൊക്കെ. അത് ഇവിടെ നിന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞാൽ കറക്റ്റാവും. നമുക്ക് ഈ പോയിന്റുകൾ അത്ര അറിയാൻ പറ്റില്ലല്ലോ. ആദാം ജോൺ ചെയ്യാൻ പോയപ്പോൾ
ഞാൻ പറയുന്ന ഡയലോഗ് കറക്റ്റാണ്, പക്ഷേ ചേച്ചി പറയുമ്പോൾ ഇത് കിട്ടണമെങ്കിൽ ചേച്ചി ഇവിടെ തന്നെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു. ആ ഒരു ഡയലോഗില്ലേ, ഒരു പാട്ടിൻ്റെ സീനാണ്. ആ പാട്ടിൻ്റെ സീനിൽ ആ ഡയലോഗ് പറയുമ്പോൾ വേറൊരു നടനാണെങ്കിൽ അങ്ങോട്ട് മൈൻഡ് ചെയ്യാണ്ട് പോകും. പക്ഷെ ഞാൻ ഈ പറയുന്ന ഡയലോഗിന് പൃഥ്വിരാജ് തിരിഞ്ഞൊരു ചിരിയുണ്ട്. എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് ഓർത്തോ. ഒരു പാട്ടിൻ്റെ സീനാണ്, വീട്ടിലേക്ക് പോവുകയാണ്, വൈഫ് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഈ അമ്മേനൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ അമ്മയുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഈ ഡയലോഗിന് ഈ പൃഥ്വിരാജ് ഒരു ബൈക്കിന് പോകണേ, പൃഥ്വിരാജ് തിരിഞ്ഞൊരു ചിരിയുണ്ട്. ആ ചിരിയിലാണ് എന്നെയും കൂടി ആ സിനിമയിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു നടനാണെങ്കിൽ അതങ്ങോട്ട് കേട്ടിട്ട് അങ്ങോട്ട് പോവുള്ളൂ. പക്ഷെ അത് തിരിഞ്ഞു നോക്കി അത് അറ്റൻഡ് ചെയ്ത്. അങ്ങനെയൊക്കെയുള്ള അതുള്ള നടന്മാരാണ് അവരൊക്കെ. കൂടെ അഭിനയിച്ച പിള്ളേരൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പം ടോവിനാണെങ്കിൽ ലൂക്ക സിനിമയിൽ എന്ത് രസമായിട്ടാണ് ആ ഡയലോഗ്. തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവാർഡുകൾ കിട്ടിയത്, സ്റ്റേറ്റ് അവാർഡ്, പിന്നെ ഡബിങ് ആർട്ടിസ്റ്റിന്റെ. ഈ ഡബിങ് എന്ന് പറയുന്നത് ഇതുവരെ കൈ വെച്ചിട്ടില്ലാത്തൊരു മേഖലയാണ്. അത് കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു അത് ഈ ഡബിങ്ങിലേക്കുള്ള എങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്നത്? അത് ആ സിനിമ എന്ന് പറഞ്ഞാൽ തരുൺ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പുതിയ ആർട്ടിസ്റ്റിനായിട്ട് ചെയ്യണമെന്നാണ്. എന്നെ അറിയാം തരുണിന്, പക്ഷേ ഒരു പുതിയ ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പണ്ട് അഭിനയിച്ച ഒരു ചേച്ചിനെ, അതായത് സൗബിൻ്റെ ഒരു സിനിമയിൽ സൗബിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ, ആദ്യത്തെ സിനിമ. അത് എന്നോട് ചോദിച്ചിട്ടാണ് ചേച്ചി പോകണം. ഞങ്ങൾ ഈ കൊച്ചിയിലൊരു ലോക നാടക ദിനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അന്ന് എല്ലാ നാടകക്കാരും എല്ലായിട്ട് കൂടും, വയസ്സായ ആൾക്കാരും എല്ലാവരും കൂടി. അപ്പോൾ ഈ ചേച്ചി ഗ്രേസ് ചേച്ചിയായിട്ട് അവിടെ വന്നു. ഈ ഗ്രേസ് ചേച്ചി സൗദി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അതായത് സൗദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൊച്ചി. അപ്പോൾ അവിടെ വെച്ച് അപ്പോൾ ചേച്ചിനെ വിളിച്ചപ്പോൾ ചേച്ചിനെ വിളിച്ചപ്പോൾ നമുക്ക് സൗബിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച് ആ ചേച്ചിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഓക്കെ പറഞ്ഞ് എന്നോട് വിളിച്ചു പറഞ്ഞു, എടീ ഒരു സിനിമ വന്നിട്ടുണ്ടെടീ, പിന്നെ ഇങ്ങനെ തരുൺ മൂർത്തി എന്ന് പറഞ്ഞൊരു പയ്യനെ എന്നെ വിളിച്ചേക്കണത്, നല്ലതാണെന്ന് പറയാനുണ്ടെടി എന്ന് പറഞ്ഞു. സൗദി വെള്ളക്കെന്നാണ് എന്നൊരു പേര്. ഞാൻ പറയാം അപ്പോൾ ചേച്ചിയുടെ നാട്ടിലെ പേരാണത്, അടിപൊളിയായി ചേച്ചി തകർക്കെന്ന് പറഞ്ഞു. അങ്ങനെ പോകാമല്ലേ, ഞാൻ പിന്നെ പോകണ്ടേ, നല്ല സിനിമയെന്ന് പറഞ്ഞിട്ട് പിന്നെ പോകാതെ അങ്ങനെ പറഞ്ഞു നിന്ന്. പക്ഷേ പുള്ളിക്ക് കൊറോണ പിടിച്ച് പുള്ളി മരിച്ചു. അപ്പോൾ ഇവർ പരപ്പിലായി ഇങ്ങനെ ആരെ വിളിക്കണം എന്നുള്ളൊരു വെപ്രാളത്തിലേക്കുമ്പോൾ അതിൻ്റെ കൂടെ സഹകരിക്കണ ക്യാമറ ചെയ്യണ കൂട്ടത്തിലൊരു പയ്യനുണ്ടായി. ആ പയ്യൻ്റെ അമ്മാമ്മയാണ് ഈ അഭിനയിച്ചത്. അമ്മാമ്മ ഉണ്ട് വീട്ടിലേ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഇതുവരെയും അഭിനയിച്ചിട്ടൊന്നുമില്ല, ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ചോദിച്ച് നിർബന്ധിച്ച് അവർ പോയിട്ടുണ്ടായില്ല, സമ്മതിക്കാതെ ഇവർ ശരണടാക്കി വിളിച്ചിട്ട് 85 വയസ്സുണ്ട്. പക്ഷെ അവർക്കും കൊറോണ വന്നു, പക്ഷെ അവർ മരിച്ചില്ലെന്നുള്ളതാണ്. ഈ പടം ചെയ്യാൻ അവർക്ക് യോഗരിക്കണം, അതുകൊണ്ട് ആ പടം ചെയ്ത്. പക്ഷേ അവർ ദേവി വർമ്മ എന്നാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും കൊച്ചി പറയാൻ പറ്റില്ല. ചെറുപ്പം മുതൽ പഠിച്ചേക്കണ ഭാഷയല്ലേ, ഇനി മാറ്റാനുള്ള ബുദ്ധിമുട്ട്. ചേച്ചി പരിശ്രമിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞു കൊടുത്തവർ, പക്ഷെ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ IT ജോസഫ് എന്ന് പറഞ്ഞൊരു ആളാണ് ഞങ്ങൾ അവിടെയൊക്കെ കൊച്ചിയിലെ എല്ലാവരെയും സംഘടിപ്പിക്കുന്ന ആളാണ്. എൻ്റെ 40-45 വർഷമായിട്ടുള്ള സ്നേഹവും ഇതാണ്. നല്ല നാടക നടനാണ്. അപ്പോൾ കുറച്ച് സിനിമകളും ചെയ്തിട്ടുണ്ട് എന്നേലൊക്കെ മുമ്പ്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൗളി നമുക്ക് ഒരു ഡബ്ബിങ് ഉണ്ടല്ലോ. ഞാൻ പിന്നെ ഡബ്ബിങ് ഞാൻ എൻ്റെ ഓരോ നാട്ടിൽ എവിടെയും നൽകി മനസ്സിലാവും, വേണ്ട വെറുതെ ലംബായി പോകുമെന്ന് പറഞ്ഞു. എല്ലാ പോലെയൊന്നും ചെയ്തു കൊടുക്കുക. ഞാൻ ഇല്ലായിട്ട് ഞാൻ പോകില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് 6 പേര് വന്നു. 6 പേര് വന്നിട്ട് നടക്കാണ്ടായപ്പോഴേക്കും വീണ്ടും തരുൺ IT-നെ തന്നെ പിടിച്ച് ചേച്ചിനോട് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണ്ടേ നമുക്കെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ IT പറഞ്ഞ് അവർക്ക് ഈ പടം ചെയ്തിട്ടൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ, വിളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് വിഷമമായി. IT എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബ സുഹൃത്താണ്. പിന്നെ മാത്രമല്ല ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ആയാൽ മതി എന്ന് തോന്നുന്ന ഒരു സമയം വന്നാലാ അങ്ങനെ ഞാൻ ഓർത്തു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നാണ് 2 ദിവസം കൊണ്ടാണ് ഡബ് ചെയ്തത്. ആദ്യത്തെ ഡയലോഗിൽ തന്നെ ഞാനാണെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാലേ വഴക്കിടുന്ന സീനാണ്, അല്ലെങ്കിൽ ഞാൻ പിടിച്ചിരുന്നേനെ. വഴക്കിടുന്ന സീനാകുമ്പോൾ എൻ്റെ ശബ്ദം എടുക്കാതെ പറ്റൂലല്ലോ. അപ്പോൾ തന്നെ മനസ്സിലായി സിനിമ കണ്ട എല്ലാവരും എന്നെ വണ്ണം കൂട്ടി എടുത്തേക്കണേണ്, ഇതെങ്ങനെ വണ്ണം കൂട്ടി, ഇതെങ്ങനെ മേക്കപ്പ് ചെയ്ത് റോഡക്സ് ആയിരിക്കും ചെയ്തേക്കണത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തിയേറ്ററിൽ സ്വരം കേൾക്കുമ്പോൾ എൻ്റെ സ്വരമല്ലേ എല്ലാവർക്കും അറിയാം. അങ്ങനെ മഞ്ജു പിള്ള കണ്ടിട്ട് ഞാൻ ആ തള്ളനെയൊന്നും കണ്ടിട്ടില്ല, നിങ്ങളെയാണ് കണ്ടത് എന്ന് പറഞ്ഞ് എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ പറയാ അതങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സിനിമ ഡബ് ചെയ്തത്. പക്ഷേ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ തരുണനോട് പറഞ്ഞു,
ഡബിങ്ങിൻ്റെ ചേച്ചിക്കാണ് പ്രൈസ് ഈ പ്രാവശ്യത്തേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഡബിങ്ങിന് അവിടെ വമ്പന്മാർ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ വന്നപ്പോൾ അങ്ങനെ വന്നു. പിന്നെ എനിക്ക് അവാർഡ് അപ്പൻ സിനിമയാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൻ സിനിമയ്ക്ക് ഞാനും തലേദിവസം തുടങ്ങി എൻ്റെ പേര് പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്പൻ സിനിമ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മിമിക്രിക്കാർ കാണിക്കുന്ന നാടകങ്ങളുണ്ട്. ആ നാടകം കളിക്കാനായിട്ട് ഞാൻ കളിച്ചിട്ടില്ല. അത് കാരണം ഞാൻ കൊല്ലം ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ല. കൊല്ലത്തെ കഥയാണല്ലോ. ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റൈല് കാണിക്കലാണ്. എന്താണെന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഒരു ഇതാണ്. ഞാൻ ഒരു ചരിത്ര നാടകം ഞാൻ 2 ദിവസം കളിച്ചിട്ടുണ്ട്. കുയിലൻ എന്ന് പറഞ്ഞ കൊച്ചിൻ കുയിലൻ്റെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, കൊച്ചിൻ നാടകവേദി എന്ന് പറഞ്ഞിട്ട്. അതിൽ ചരിത്ര നാടകം കളിക്കാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ ആനച്ചേൻ്റെ അവിടെ നിന്ന് വന്നിട്ടാണ് അവിടെ ചെല്ലണേട്ടാ. അപ്പോൾ ആ കുയിലൻ ചേട്ടൻ ആനച്ചേൻ്റെ അവിടെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു ചരിത്ര നാടകമാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വേറെ ചരിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റേജിൽ കാണിച്ചോളണം, അഭിനയത്തിൽ ചരിത്രം കാണിക്കാൻ എനിക്കറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം അതിന് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇപ്പം ചരിത്ര നാടകമാണെങ്കിൽ നീ എന്ന് പറയുമ്പോൾ നീ എന്ന് ഇത്രയും പറഞ്ഞാൽ മതി. പക്ഷെ ചരിത്രം പോകുമ്പോൾ നീ എന്ന് പറയുമ്പോൾ കയ്യത്തിൽ നീട്ടണം, അത്ര ചരിത്രമുള്ളതെന്ന് പറഞ്ഞാൽ. അത് അസീസ് എന്ന് പറഞ്ഞൊരു നാടകം സംവിധാനം ഉണ്ടായില്ല നമുക്ക്. പുള്ളി ഒരു നാടകം ചെയ്തിട്ടുണ്ട്, ചരിത്ര നാടകം, വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞിട്ട്. പുള്ളി അങ്ങനെയല്ല, പുള്ളി ചെയ്യണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിലാണ് ചരിത്രം, ഡയലോഗിൽ ചരിത്രം വേണ്ട. ഡയലോഗ് നമ്മൾ സാധാരണ പോലെ തന്നെ അങ്ങനെ പറഞ്ഞാൽ മതി. ചില ഈ ആലപ്പി തിയേറ്റേഴ്സിലൊക്കെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചരിത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് അങ്ങനെയൊക്കെ പഠിച്ച് പറയണം. അതേയുള്ള വ്യത്യാസം നടന്നില്ല. പക്ഷെ അല്ലാതെ ഞാൻ കളിച്ചിട്ടുള്ള നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നമ്മുടെ എറണാകുളം സൈഡ് വിട്ട് അങ്ങനെ അധികം പോയിട്ടില്ല. ആലുവ കഴിഞ്ഞിട്ട് അങ്ങോട്ടും പോയിട്ടില്ല, ആലപ്പുഴ കഴിഞ്ഞിട്ട് അങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ കിഴക്കോട്ട് പോയെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി ആലമുടുണ്ട്. ആലമുട എന്ന് പറഞ്ഞാൽ റിഹേഴ്സൽ പോലും എടുക്കില്ല, ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഡയലോഗ് പറയും. എന്നിട്ട് അങ്ങോട്ട് ഒരു ദിവസം അങ്ങോട്ട് തട്ടിക്കൂട്ടി കയറണം. അല്ലാണ്ട് ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഒരു റിഹേഴ്സലും ഇല്ല, ഒന്നും പേടിക്കണ്ട. പുള്ളി അങ്ങനെയല്ലേ പറയണം, അതേ ടോണിൽ തന്നെ നമ്മൾ. ഞാൻ കെട്ടിയാലോട്ട് ഞങ്ങൾ ഒരു നാടകം കളിച്ചിട്ടുണ്ട്, ബന്ധം എന്ന കുന്തം. പുള്ളി ഹാസ്യ നാടകമല്ല ചെയ്യണം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. പുള്ളിനെ ചങ്ങലൊക്കെ ഇട്ടൊക്കെ വട്ടാണ്. അതിൻ്റെ കൂടെ വന്ന ആർട്ടിസ്റ്റുകളൊക്കെ അതിൽ കൂടെ വർത്തമാനം പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അല്ലാണ്ട് ഒന്നും ചെയ്യണ്ട. മനുഷ്യർക്ക് വായ കൂട്ടാൻ പറ്റില്ല, അത്ര കോമഡിയാണ് എല്ലാ സ്റ്റേജിൽ. അത് തന്നെ പുള്ളി തന്നെ ചെയ്തിട്ടേക്കണേ. ഇന്റർവെൽ നമ്മൾ അയച്ചിട്ടുള്ളൂ. അപ്പൊ ഇന്റർവെല്ലാകുമ്പോ ഒരാൾ മറന്നുപോയല്ലോ തയ്ച്ചിട്ട് ദൈവമേ അയാളെ പാടാറുണ്ട്. പുള്ളി ഭയങ്കര ചീത്തറിയേ. അങ്ങനത്തെ 2-3 ദിവസം ഞാൻ ഉണ്ടായിടോ. അറ്റാക്ക് വന്നപ്പോൾ സമയത്ത് ഞങ്ങൾ നാടകം കളിച്ചിരിക്കുമ്പോഴാണ് പുള്ളിക്ക് അറ്റാക്ക് വന്നത്. അങ്ങനെ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകം കളിക്കാൻ പറ്റിയില്ല, റെസ്റ്റായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞാണ് ഇവിടെ വന്ന് സിനിമ 2-3 ചെയ്തപ്പോഴാണ് ഒരു പ്രാവശ്യം കൂടെ അറ്റാക്ക് വന്നു. പക്ഷേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ നേരത്തെ മദ്രാസിലും കണ്ടും ഈ ഒളിച്ചു പോയതല്ലോ സിനിമ മേടിക്കാൻ വേണ്ടി മദ്രാസിൽ നിന്ന്. എന്നിട്ട് അവിടെ വെച്ച് ഒരു പ്രാവശ്യം നെഞ്ചുവേദന വന്നിട്ടുണ്ട്. അങ്ങനെ അവര് ഇപ്പം നമ്മൾ മൈക്ക് വിടുകയാണ് നാടകത്തിന് ഇട്ടേക്കണ. അന്നത്തെ പരിഷ്കാരങ്ങളൊന്നും അന്നില്ലല്ലോ. ഈ നടക്കത്തെ മൈക്കിൽ നമ്മുടെ ശബ്ദം കിട്ടണം. അപ്പം ഇപ്പം നമ്മൾ തിരിഞ്ഞങ്ങനെ ചെല്ലുമ്പോഴാണ് നമ്മൾ കത്തിക്ക് കുത്തണമെന്ന് വിചാരിച്ചോ, നമ്മൾ അവിടെ നിന്നേച്ചും ഇങ്ങോട്ട് വന്നേച്ചും അമ്മയെന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ബിജാൻ്റെ അവിടെ നിന്ന് വിളിച്ചെന്നുണ്ടെങ്കിൽ അമ്മയെന്ന് വിളിക്കണ കുത്തുകൊള്ളുമ്പോൾ തന്നെ അമ്മയെന്ന് വിളിക്കണം. അവിടെ നിന്ന് ആ മൈക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അത് അമ്മയെന്ന് വിളിച്ചിട്ട് ഉണ്ടാവും നമ്മ ഇല്ലേ. അതാണ് തെക്കോട്ടൊക്കെ അങ്ങനെയല്ല, കുത്തു കണ്ട അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു വന്ന് അമ്മേ എന്ന് കാണിക്കും. അതാണ് നമ്മുടെ രീതി അവരുടെ രീതിയും കൂടിയുള്ള വ്യത്യാസം. അതാണ് ഈ മിമിക്രിക്കാർ കാണിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റൈലാണ് കൊല്ലം, സ്റ്റൈലാണ് ഭയങ്കര സ്റ്റൈലാണ് കൊല്ലത്തൊക്കെ നാടകം കളിക്കുന്നത്. എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. ഞാൻ പോകുകയുമില്ല വിളിച്ചാൽ. ഞാനില്ലെന്നത് എനിക്ക് പറ്റില്ലെന്ന് അതൊക്കെ ചെയ്യാൻ, ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കാനായിട്ട്. കുറേ നടന്മാർ അങ്ങനെയാണ്, കുറേ നടന്മാരുണ്ട്, നടികളുമുണ്ട്. ശബ്ദത്തിന് വ്യത്യാസം വരുത്തില്ല. ശബ്ദം ഇങ്ങനെ ഒരേ റേഞ്ചിൽ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പോകും. എല്ലായിടയിലും കേൾക്കണമല്ല എന്നാണേ, കേൾക്കണമെന്നുള്ള ഒരിതാണ്. പക്ഷേ അങ്ങനെ കളിക്കേണ്ട കാര്യമില്ല. നാടകം നമുക്കറിയാം, ഒരു മീഡിയം ശബ്ദം നമുക്ക് അവിടെ മതി. അല്ലാണ്ട് ഇങ്ങനെ അലറിയൊന്നും പറയേണ്ട കാര്യമില്ല. അത് അലറി പറയുമ്പോഴാണ് അലമ്പാണ്. അത് നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കണവർ സംസാരിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് സിനിമയിൽ വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. സിനിമയിൽ ഈ നാടകം വേണ്ടെന്ന് പറയുമല്ലോ അവര്. മിക്ക ആൾക്കാരോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നാടകം വേണ്ടിട്ടാന്ന് പറയും. ഓവറാണ്ടെന്ന് പറയും. അപ്പം അത് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല ചെന്നപ്പോൾ.
അതേപോലെ തന്നെ പറയണമെന്ന് എല്ലാവരും. പിന്നെ നിങ്ങൾ ഇത്ര അറിയപ്പെടാൻ തന്നെ കാരണം എൻ്റെ ഡയലോഗല്ലേ ഇങ്ങനെ പറഞ്ഞ് നിസ്സാരമായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് നാടകത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. വെച്ചാൽ എനിക്ക് ബലം പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. തിരഞ്ഞേട്ടൻ്റെ കൂടെ ഞാൻ 5 വർഷം പി ജാനൻ്റെ അവിടെ ഉണ്ടായി. പിന്നെ 2 വർഷം കലാശാല ബാബുച്ചേട്ടൻ്റെ അടുത്തുണ്ടായി. 7 നാടകം കളിച്ച്. പറയാൻ പറ്റില്ല. അത്ര ഭയങ്കര അനുഭവമാണ് അവിടെ എന്ന് പറഞ്ഞാൽ. ആനിച്ചേട്ടനൊക്കെ അഭിനയിക്കണ കണ്ടല്ല. ആനിച്ചേട്ടനും തിലകഞ്ചേട്ടനും ഞാനും കൂടെ ഒപ്പം സ്റ്റേജിൽ നിന്ന് പറയണം. ഞാൻ പറഞ്ഞതിൻ്റെ മേലെ പുള്ളി പറഞ്ഞതിൻ്റെ മേലെ തിലകഞ്ചേട്ടൻ പറ അങ്ങനെ അടിക്കണം. അവിടെ ഇങ്ങനെ കുറവും കൂടുതലൊന്നുമില്ല. ഒപ്പം നിൽക്കണോ നടനും നടിയൊക്കെ ഒരേ റേഞ്ചിൽ തന്നെ ഒരേ സമയത്ത് ഡയലോഗ് പറഞ്ഞു. അതാണ് അവരുടെ ആഗ്രഹം. ചില സ്ഥലത്ത് ചില ആർട്ടിസ്റ്റുകളുണ്ട് ഒരാൾ പറയണതിൻ്റെ മേലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വഴക്കാം. അങ്ങനെയുള്ള കുറേ നടന്മാരുണ്ട്, നടികളും ഉണ്ട്. അവരായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ള അത് ഭയങ്കര മോശമാണ്. ഇവിടെ അതല്ല, ഞാൻ പഠിച്ച സ്ഥലത്ത് അതല്ല. അവരൊപ്പം നിൽക്കണം. ആ നാടകത്തിൽ ഞങ്ങൾ 3 പേരും ഒപ്പം കട്ട ഇന്നാണ് അടിക്കണം. അഡ്വക്കേറ്റായിട്ടാണ് അന്ന് ആനിച്ചേട്ടൻ അഭിനയിക്കണം. തിലകഞ്ചേട്ടൻ വീൽ ചെയറിലിരിക്കുന്ന ഒരു കഥാപാത്രം, അയാളുടെ ഭാര്യയായിട്ട് ഞാൻ. എന്താ നാടകം വരുന്നറിയും. അതൊക്കെ ഒരു അനുഭവമാണ്. അതുപോലെ അങ്ങനെയൊക്കെ പറ്റിയ ആളുകളില്ല ഇപ്പം. എല്ലാവരും പോയി. ഈ ആനിച്ചേട്ടൻ്റെ കൂടെയൊക്കെ നിന്ന് അങ്ങനെ പറ്റിയേക്കണ ആൾക്കാർ വളരെ കുറവാണ്. ഞാനൊരു നടി അവിടെ വെയിൽ പൊളിച്ച് പുറത്തോട്ട് പോയി കളഞ്ഞു വെളുപ്പിനി പേടിച്ചിട്ട്. അതിന് പകരമാണ് ഞാൻ ചെല്ലണം അവിടെ അന്ന്. അതവിടെ നിന്ന് നിൽക്കാനാണ് പഠിക്കാനാണ് ഭയങ്കര കർശനമായിട്ടുള്ള 9 മണിക്ക് ബെല്ലടിക്കണം എന്ന് പറഞ്ഞാൽ ബെല്ലപ്പം കൊടുക്കും. റിഹേഴ്സലും അങ്ങനെ തന്നെയാണ്. ബെല്ലടിക്കും. എന്നിട്ട് ഈ കർട്ടൻ വലിക്കുന്ന ആളില്ലേ, അതിൽ സ്റ്റേജിൽ കർട്ടൻ വലിക്കുന്ന ആൾ തന്നെ അവിടെ ഉണ്ടായിക്കൊള്ളണം. അയാൾ അവിടെ നിന്നിട്ട് കർട്ടൻ വലിക്കണോ അല്ലെങ്കിൽ കാണിക്കും. അത്ര ഇതായിട്ടാണ്. സ്കൂള് പോലെയാണ്. ബോർഡ് വെച്ചേക്കണേ അക്ഷരങ്ങൾ പറയുമ്പോൾ തെറ്റിപ്പോയാൽ ഭായും ഒക്കെ തെറ്റിപ്പോയി ചിലർക്ക്. അതൊക്കെ എഴുതി പഠിപ്പിക്കണം. എടാ നീ പറഞ്ഞത് ദാ ഭായാണ് പറയണത്, ഈ ഭായയുടെ പറയേണ്ടത് അവർ പറഞ്ഞ് പഠിപ്പിക്കും. അങ്ങനെയൊക്കെ. കൊല്ലത്ത് ഭാര്യ എന്ന് പറയണം. ഭാര്യൊന്നുമില്ല കൊല്ലത്തേരുണ്ടായിരുന്നെങ്കിലും ഉണ്ടാ. അത് പണ്ടാണ്. ഇപ്പോഴല്ല. ഭാര്യ എന്ന് പറയുള്ളൂ അവർ. ഭാര്യ എന്ന് പറയാറില്ല. നമ്മളാണ് കൊച്ചിക്കാരെ ഭാര്യ പറയണത്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുള്ളി പിടിക്കും. വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് നാടകം കളിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ നടക്കൂല. അവിടെ പറഞ്ഞ് പഠിപ്പിച്ചേ പോകുള്ളൂ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് എങ്ങനെ ഓരോരുത്തർ പഠിപ്പിച്ചേക്കണം. അതൊക്കെ നല്ലൊരു ഓർക്കാൻ. എല്ലാരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. അതുപോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിമൻ ക്യാരക്ടേഴ്സ് എഴുതി വെക്കണം. ആരും പുറകിലോട്ടല്ല. സിനിമയിലെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ചെറിയ വേഷങ്ങളും ഒരു ഡയലോഗൊക്കെ പറഞ്ഞു പോകുന്ന വേഷങ്ങളും ഒക്കെ അല്ലേ ഉള്ളത്. ആ ആർട്ടിസ്റ്റിന് വലിയ പ്രാധാന്യമില്ല. ആരിപ്പോൾ ഈ മായ ചെയ്ത പറഞ്ഞ പോലെ ഒരു കരച്ചിലെന്ന് പറയുമ്പോൾ പുള്ളി ഓർത്ത് അവരോർത്ത് കരച്ചിലല്ലേ. അതിപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്താലും മതിയല്ല എന്ന് പറയും. നേരെ മറിച്ച് അവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന കൂട്ടത്തിൽ ബൈക്ക് ഓടിക്കാൻ അറിയാം അവർക്ക്. അപ്പോൾ പുള്ളി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാളും ഉണ്ട് നല്ല സൈസാണ്. എന്നിട്ട് അവരോട് പറഞ്ഞ് ഡയലോഗ് പറയാം. അവർ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല ഒറ്റ ഡയലോഗ്. കുറച്ച് ഡയലോഗുണ്ട്. നെഞ്ചടിച്ച് കലക്കണ്ട, ഞാൻ മരിച്ചില്ല എന്നുള്ളത് അറിയാൻ വേണ്ടി വന്നിരുന്നു അവരുടെ ഡയലോഗ്. ആ നേഴ്സായിട്ട് വന്നത് മരിച്ചു കഴിയുമ്പോൾ ഒന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത്. അത് അവർ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിപ്പിക്ക്, അവിടെ ഇരിക്കുക എല്ലാവരും. എന്നിട്ട് പഠിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച്. അവരെത്ര നല്ലായിരുന്നു. അപ്പം അങ്ങനെ വേണമെന്നുണ്ടാ വേണം. അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള നല്ല വെൽ റിട്ടൺ ആയിട്ടുള്ള വിമൻ ക്യാരക്ടേഴ്സ് ഇപ്പം കുറവാണെന്ന് തോന്നുന്നുണ്ടോ? ഏയ് അങ്ങനെയില്ല. ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ നോക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാർ എഴുതുന്നുണ്ടോ? അത്ര നല്ലൊരു ക്യാരക്ടേഴ്സ് ഒക്കെ വിമൻ എഴുതുന്നുണ്ടോ ഇപ്പം? അല്ലെങ്കിൽ അങ്ങനെ കുറവായിട്ട് തോന്നുന്നുണ്ടോ? കഥാപാത്രം അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ഇല്ല എന്നാണ് ഞാൻ പറയുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല വേഷങ്ങളൊന്നും ആരും ചെയ്ത് നമ്മുടെ ഓർമ്മയിൽ കിട്ടണില്ലല്ലോ. പണ്ട് അങ്ങനെയല്ലല്ലോ. സുമാരിയൊക്കെ ചെയ്യണ വേഷങ്ങൾ, ഫിലോമിന ചേച്ചി ചെയ്ത വേഷങ്ങൾ വെറുതെ നിസ്സാര സാധനങ്ങളാണ് ചെയ്യണത്. പക്ഷെ അവർ ചെയ്തു വരുമ്പോൾ എന്ത് മനോഹരമായിട്ടാണ് അത് ചെയ്ത് വെക്കണം. അങ്ങനെ എത്രയോ ആർട്ടിസ്റ്റുകൾ. ഇപ്പം അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊന്നും കടന്നു വരാനായിട്ടുള്ള അവസരങ്ങളില്ല. കഴിവുള്ളവരുണ്ടാവും, പക്ഷെ പുറത്തേക്ക് എടുക്കാനായിട്ടുള്ള അത് എഴുതി കൊടുത്താലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് പേര് പോലും ഇല്ലാത്ത ക്യാരക്ടറാണ്. അതെ അത് പറ്റിയിട്ടുണ്ട്. അത് ഇപ്പം ഇവ അടുത്ത ദിവസം ആസിഫലിയുടെ ഒരു പടം ഒറ്റ ദിവസത്തെ സീന പടത്തിന് രേഖാചിത്രം എന്ന പടത്തിൻ്റെ പേര്.
നാപ്പടത്ത് ഒരു ദിവസത്തെ വേണ്ടെന്ന് പറഞ്ഞു ചേച്ചിക്ക്, ഒരു ദിവസത്തെ വർക്കുണ്ടെന്ന് എനിക്കറിയാം. ഒരു ദിവസത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ സാധനം ഒരുക്കുള്ളൂ എനിക്കറിയാം. ഒരു വീട്ടിലേക്ക് കുറ്റാന്വേഷണ കഥയാണത്, അന്വേഷിച്ച് വരുന്നതാണ് ആസിഫ് അലി. പണ്ടുള്ള ഒരാളെ പറ്റി അറിയാൻ വേണ്ടി. അപ്പോൾ ഒരു ആൽബം എടുത്തിട്ട് ആ ആളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് ഡയലോഗുണ്ട് ശരിക്കും. അതിങ്ങനെ തന്നു. ഞാൻ ചെന്നപ്പോൾ ഇവര് കാലത്തുകൊണ്ടേ ഇരുത്തിയേക്കണേ തന്നില്ല. ഞാൻ പറഞ്ഞു എന്തിട്ടവന് മേടിച്ചു വന്നിട്ടാണ് ഒക്കെ തരേ ചേച്ചി അവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞേ ഇത് കുറേ നേരം അല്ലേ വന്നിരിക്കണത്. പിന്നെ അപ്പോൾ അത് സമയം കിട്ടില്ല, സന്ധ്യക്ക് ചെയ്യാൻ പറ്റുള്ളത്. അപ്പം തരും ചേച്ചിക്ക്. ഞാൻ സന്ധ്യക്ക് എന്നുണ്ടെങ്കിൽ ഡയലോഗ് കേട്ടത് ഞാൻ പഠിച്ചു നോക്കൂലേ എന്ന് പറഞ്ഞു. അങ്ങനെ 5 മണിക്കേ ഉള്ളൂ ചേച്ചിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. തന്നപ്പോൾ ഒരു പാരഗ്രാഫ് ഡയലോഗായി തന്നേക്കണത്. ഞാൻ എന്നാലും പഠിച്ചിട്ട് ഇങ്ങനെ ഇത് ഫോട്ടോ ഇങ്ങനെ ഇരുന്ന് പൊളിച്ച് ഇതാണ് ആൾ. അവിടെ നിന്ന് തുടങ്ങണം. പിന്നെ അതിനെപ്പറ്റി അവനെ പറ്റിയുള്ള ഒരു വിവരണങ്ങൾ ഇങ്ങനെ പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് സംഭവം. ഇതാണ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ലാസ്റ്റത്തെ കയ്യടി വീണ അവിടെ. ഇത് നോക്കിയിരിക്കുന്ന ആൾക്കാർ കൈയടിച്ചപ്പോഴേക്കും ആസിഫ് അലി പറഞ്ഞ് അത് കട്ട് ചെയ്തിട്ടാന്ന്. അതങ്ങനെ തന്നെ എടുത്ത് വെച്ചാൽ കട്ടിങ് വേണ്ട അതിലൊന്നും പറഞ്ഞു. കട്ടിങ്ങില്ല അത് പറഞ്ഞു. ഇവിടെ പുറത്ത് വന്ന് എന്നെ കൊണ്ടുപോയി പിന്നെ ബസ്സിലേക്ക് ആക്കാൻ വേണ്ടി വണ്ടിക്ക് ആക്കാമെന്ന പയ്യൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഈ സിനിമ തുടങ്ങിയിട്ട് 51 ദിവസമായി. അതിൽ 2 പേർക്ക് കൂടെ കയ്യടി ഇട്ടിട്ടുള്ളത്. ഒന്ന് സിദ്ദിഖിനും ഒന്ന് ചേച്ചിക്കും എന്ന് പറയും. ഞാൻ പറഞ്ഞു ഞങ്ങൾ 2 പേരും നാട്ടിലല്ലേ എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനത്തെ ഒരു സീൻ വന്നാൽ എന്തായാലും നമ്മൾ വിളിക്കും. അതുപോലെ തന്നെ വിപിനും വിഷ്ണു ഉണ്ണികൃഷ്ണനും കൂടി ഒരു പടം ചെയ്തിട്ടുണ്ട്. ഹൈ റേഞ്ചിലായിരുന്നു അത് ഇതുപോലെ ഒരു ദിവസത്തെ ഒറ്റ ദിവസമുണ്ട്. ആ സൂപ്പർ സാധനമാണ് ചെയ്തേക്കണം. ആ സിനിമ വരുമ്പോൾ മനസ്സിലാവും. അതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റിയ വേഷമായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറ്റിയ സാധനം എന്തായാലും നമുക്ക് കിട്ടും. ഒരു ദിവസം പിന്നെ ഒരു ദിവസമുള്ള ഒരു ഡയലോഗുള്ള പുറത്തും ഞാൻ പോകാതിരുന്നിട്ടില്ല. ആ ഒരു ഡയലോഗ് മതി. ഇപ്പം കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ഒറ്റ ഡയലോഗുള്ളൂ. ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോഴേ ചേച്ചി ആ ഗപ്പിയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ അതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നീ ഒന്ന് വായ വിളിച്ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ എവിടെ വായ വിളിക്കടാന്ന് പറയും. അപ്പം അത്രയും വിളിക്കാം. വായ എടുക്കാം അല്ല ഈച്ചയും കയറും. അപ്പോൾ അവനെ അത് കണ്ടപ്പോൾ കുറേ പേര് അങ്ങനെ അടുത്തുകൂടി. അത് കഴിഞ്ഞപ്പോൾ വേറെ അടുത്ത് ഒരു ഡയലോഗ് കൂടി പറയാൻ പറ്റും. ഞാൻ പറയും അമിതാഭ് ബച്ചനായാലും ഷാരൂഖ് ഖാനായാലും സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മോളൊന്നും കെട്ടിച്ചെടുക്കൂല. അമിതാഭ് ബച്ചൻ ഇങ്ങോട്ട് വരട്ടെ സർക്കാർ ജോലി ഇല്ലാണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ മതി. കഷ്ണങ്ങളാണെങ്കിലും സാധനം പറയാനുള്ളതുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ. അതുപോലെ വളരെ പോപ്പുലർ ആയൊരു ഡയലോഗാണ് ദൃശ്യം 2-ലെ. അത് അത് ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞ ഡയലോഗ്. ക്ഷമ വേണം, സമയം എടുക്കും. ഇപ്പൊ എല്ലാരും അത് പറഞ്ഞോണ്ടിരിക്കും. നമുക്കത് മതി. അപ്പൊ നമ്മൾ ആവശ്യമുണ്ടെന്ന് മനസ്സിലായില്ല സിനിമക്കാര്. അങ്ങനെ പോടും. നേരത്തെ നമ്മൾ ഈ ഫിലിം അഭിനയിക്കുന്ന സെറ്റിന്റെ കാര്യമൊക്കെ ഈ അടുത്ത് കുറെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഈ സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് സീനിയർ ആക്ടേഴ്സിന്റെ പ്രശ്നങ്ങളൊന്നും പലപ്പോഴും ആരും അങ്ങനെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ട്? അതെന്ന് പറഞ്ഞാലേ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഒരു സീനിയർ ആർട്ടിസ്റ്റിൻ്റെ ഇത് എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ പണി അറിയാവുന്നുണ്ട്. എനിക്കതാണ് ഒരു ആളോട് പിന്നെ ഞാൻ അധികം ആർഭാടമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ ചെല്ലുമ്പോൾ ഞാൻ അഭിനയിക്കണം, എനിക്ക് അവാർഡ് കിട്ടിയതാണ്. എനിക്ക് പിന്നെ ഇത് എന്നിട്ടാണ് മറ്റേ ബസ്സിൻ്റെ പേരുന്നാണ് പറഞ്ഞാൽ ക്യാരൻ വേണം, അത് വേണം, ഇത് വേണം എന്ന് കരുതി ക്യാരൻ മാത്രമുള്ളെങ്കിൽ അവിടെ മൂത്രമൊഴിക്കാൻ ചെന്നാൽ പിണങ്ങുമെന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും പറഞ്ഞാലൊന്നും ഞാൻ കേൾക്കില്ല. ഞാൻ കയറി ചെല്ലും. ഒരു ദിവസം ഭാവനയൊക്കെ കിടക്കണം ഇത് ക്യാരൻ. ഞാനപ്പോൾ ആദാം ജോൺ എന്നൊരു പടത്തിൽ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ എനിക്ക്. പക്ഷേ ഞാനിവിടെ ചെന്നപ്പോൾ എനിക്ക് പോരാനുള്ള വേണ്ടി. അപ്പോൾ അന്ന് അവിടെ ഷിഫ്റ്റായിരുന്നു, പട്ടുമലയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അവിടെ പട്ടുമലയിൽ ചെന്ന് പറഞ്ഞാൽ ആ പള്ളി ഫുള്ള് നിറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നിറഞ്ഞിട്ട് നമുക്ക് കാലുകുത്താൻ സ്ഥലമില്ല. അത്ര ആളാണ് അവിടെ. ഭയങ്കര വമ്പൻ കല്യാണം നടക്കണം. അപ്പോൾ എനിക്ക് മൂത്തൊഴിക്കാൻ പോകണം. അപ്പോൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ആലോചിച്ച് ആരും കൂടെയൊന്നുമില്ല എൻ്റെ അടുത്ത്. ഞാൻ അവിടെ ഒരു ക്യാരൻ കിടപ്പുണ്ട്, അതിൽ ചെല്ലാന്ന് പറഞ്ഞു. ചെന്ന് 2 മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, ഭാവന ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ചെന്ന് മുട്ടി എന്താ ചെയ്യുന്ന പറഞ്ഞു. ഞാൻ ഒന്ന് മൂത്രമൊഴിക്കണം മോനെന്ന് പറഞ്ഞു. കയറി ചെന്ന് മൂത്രമൊഴിച്ച്. എന്നാരും പിണങ്ങില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാന്നേ. അതിനിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആരും അവിടെ കൈപിടിച്ചൊന്നും മാറ്റിയൊന്നുമില്ല. അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചു പോലും ഇല്ല. ഞാൻ പിന്നെ ആ മോളെ കണ്ടിട്ടില്ലട്ടെ ഇതുവരെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് ഒന്ന് വർത്തമാനം പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. കാര്യം കണ്ടില്ലേ? അത്രയൊക്കെ മതി. ഇപ്പം ഊട്ടിയിൽ ഞങ്ങൾ ഷൂട്ടിന് പോയി. എല്ലാ ആളുകളും
കാരവണിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടത്തിയത്. എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ല അവിടെ. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഷൂട്ട് കിടക്കണം. ഈ 2-3 ഇത് കാരവൺ മാത്രമേ ഉള്ളൂ. അപ്പോഴൊക്കെ അവിടെയൊക്കെ അതൊക്കെ ഉപയോഗിക്കുക. അതൊന്നും അത് എങ്ങനെയൊന്ന് മാറ്റി. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ നമ്മളെ പറയണ പോലെ നമുക്ക് മെയിൻ ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിലും രണ്ടും വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അവരോട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കണ ആളുകളല്ലേ വന്നത്. അവർക്ക് ഈ സൗകര്യങ്ങളൊന്നും കൊടുത്താലൊന്നും അവിടെ അവർ പല രീതിയിലാണ് യൂസ് ചെയ്യണത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് നിയന്ത്രിക്കാതെ നിവർത്തിയില്ല. ഒരു 10-200 ആളൊക്കെ ഉണ്ടാകും ചിലർ സമയത്ത്. ആ ആൾക്കാരെ മുഴുവനും നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു പല പ്രശ്നങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, ഡ്രസ്സ് കൊടുക്കുന്ന സമയത്തും എല്ലാം പ്രശ്നങ്ങൾ അവിടെ അവർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കുന്നില്ലെങ്കിൽ പണി വാളിപ്പോവും. അപ്പോൾ അതിലൊക്കെ ഒന്നും നമുക്ക് സിനിമാക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. അത് ഏത് വേദിയിലായാലും നമ്മൾ ശ്രദ്ധിക്കാതെ നിർത്തിയില്ല. സിനിമാക്കാർ പിന്നെ വേർതിരിവ് കാണിക്കണ്ടെന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ലാത്തൊരനുഭവം ഉണ്ട്. എനിക്ക് പറയാനും പറ്റില്ല അതിനെപ്പറ്റി. പലരും അങ്ങനെയൊക്കെ പറയാനുണ്ട്, ഒന്നും കിട്ടണില്ല, മറ്റാണ് മറിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം നമുക്കുള്ള അനുഭവമേ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഒരു അനുഭവങ്ങളൊന്നുമില്ല. എന്നെ നല്ല രീതിയിൽ തന്നെ എനിക്കവിടെ ആദ്യത്തെ സിനിമയ്ക്ക് വന്നപ്പോൾ തന്നെ ഒരു കസേര കിട്ടി. ആ കസേര ഇരുന്നുകൊണ്ട് ശരി അത് മതി. നമുക്ക് മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട കാര്യമില്ല. പല രീതിയിലും ആളുകളല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കും.